Today we discuss about the instruments of monetary policy. The instruments used to control the money flow in the economy. The following are the instruments used to control the money flow in the economy. First one, open market operations, cash reserve ratio, statutory liquidity ratio, bank rate policy, credit rating, credit authorization scheme, moral suasion, repo rate and reverse repo rate. These are the various instruments used to control the money flow in the economy. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി വിച്ച് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്രം ഓർ ടു പബ്ലിക് ആൻഡ് ബാങ്ക്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്രം ഓർ ടു പബ്ലിക് ആൻഡ് ബാങ്ക്, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ ബാങ്കുകളുടെ കയ്യിൽ നിന്നോ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ റിസർവ് പൊസിഷൻ ഓഫ് ദ ബാങ്ക്സ്, yield on government securities and cost of bank credit. Then RBI sells the securities to control the flow of credit and buy the government securities to increase the credit flow. Open market operations makes bank rate policy effective and maintains stability in government securities market. Then next is the cash reserve ratio. Cash reserve ratio is a certain percentage of bank deposits which banks are required to keep with RBI in the form of reserve is known as the cash reserve ratio. Higher the cash reserve ratio, lower will be the liquidity in the economic system and vice versa. As per the suggestion by the Narasimham Committee report, the CRR was reduced from 15% to 5% in 2002. Okay, the next is the statutory liquidity ratio. Statutory liquidity ratio is the ratio of liquid assets to time and demand assets is termed as statutory liquidity ratio. The current SLR is 20% as per the Narasimham Committee report. ഇനി എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എവരി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് അസറ്റ്സ് വിത്ത് ദംസെൽസ് ആൻഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ഓഫ് ദെയർ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ്. ഇനി നമ്മൾ പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഈ ലിക്വിഡ് അസറ്റ്സ്, അപ്പോൾ അസറ്റ്സ് ഹാവ് ടു മെയിൻറ്റെയിൻ നോൺ ക്യാഷ് ഫോം. അത് അസറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നോൺ ക്യാഷ് ഫോമായിട്ടുള്ള ബോൺഡ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസോ ആയിട്ടാണ് നമ്മൾ ഇവിടെ അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് റേറ്റ് പോളിസി. Bank rate is the rate of interest charged by the RBI for providing funds or loans to the banking system. In the banking system involve commercial banks, cooperative banks, IDBI, IFC, etc. Increase in the bank rate increases the cost of borrowings of the commercial banks, which results in reduction in the credit volume to the banks and hence decline the supply of money. അതായത് ബാങ്ക് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, ബാങ്ക് റേറ്റ് കൂടുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ RBIയുടെ കയ്യിൽ നിന്നും ലോൺസ് വാങ്ങാനുള്ള കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഇൻ ദ ക്രെഡിറ്റ് വോളിയം ടു ദ ബാങ്ക്. അപ്പോൾ ബാങ്കുകൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് വോളിയം അത് കുറയുന്നു. ആൻഡ് ഹെൻസ് ദാറ്റ് വിൽ ഫൈനലി റിസൾട്ട്സ് ദ ഡിക്ലൈൻ ദ മണി സപ്ലൈ. അതായത് അത് നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിലുള്ള മണി സപ്ലൈ കുറയ്ക്കും. ഇൻക്രീസ് ദ ബാങ്ക് റേറ്റ് ഈസ് ദ സിമ്പൽ ഓഫ് ടൈറ്റനിങ് RBI മോണിറ്ററി പോളിസി. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി ടൈറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പലാണ് ഇൻക്രീസസ് ദ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് ദ ക്രെഡിറ്റ് സീലിംഗ്. ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത് RBI ഇഷ്യൂസ് പ്രയർ ഇൻഫർമേഷൻ ഓർ ഡിറക്ഷൻ
that loans to be commercial banks will be given up to a certain limit. അതായത് RBI ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. അതായത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കിട്ടുന്ന ലോണിന് ഒരു സർട്ടൻ ലിമിറ്റ് ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ദ ടൈറ്റ് ഇൻ അഡ്വാൻസിങ് ദ ലോൺസ് ടു ദ പബ്ലിക്. അപ്പോൾ അതനുസരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് കൊടുക്കുന്ന ലോൺസിന് ടൈറ്റ് ചെയ്യും. ദേ വിൽ അലോക്കേറ്റ് ദ ലോൺസ് ടു ലിമിറ്റഡ് സെക്ടേഴ്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനായിരിക്കും ലോണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അഗ്രികൾച്ചറൽ സെക്ടേഴ്സും രണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് ലെൻഡിങ്ങും ആയിരിക്കും ബാങ്കുകൾ നടത്തുക. ഇതിനാണ് ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് ദ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നവംബർ 1965 PC ഭട്ടാചാര്യ വാസ് ദ ചെയർമാൻ ഓഫ് RBI. RBIയുടെ ചെയർമാൻ PC ഭട്ടാചാര്യ ആയിരുന്ന സമയത്ത് നവംബർ 1965 ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം കൊണ്ടുവരുന്നത്. ഇനി അണ്ടർ ദി സ്കീം ദ ബാങ്ക് ടു അഡ്വാൻസ് ലോൺസ് ടു ഡിസൈഡ് സെക്ടേഴ്സ്. അപ്പോൾ ഈ സ്കീം പറയുന്നത് ഈ സ്കീം അനുസരിച്ച് ബാങ്കുകൾക്ക് ഇഷ്ടമുള്ള സെക്ടേഴ്സിന് ലോൺസ് കൊടുക്കാം എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ മോറൽ സ്വാഷൻ. അപ്പോൾ RBI മേ റിക്വസ്റ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് നോട്ട് ടു ഗീവ് ലോൺസ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസസ് വിച്ച് ഡസ് നോട്ട് ആഡ് ടു എക്കണോമിക് ഗ്രോത്ത് ബട്ട് ഇറ്റ് ഇൻക്രീസ് ഇൻഫ്ലേഷൻ. അതായത് മോറൽ സ്വാഷൻ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റാണ്. ഇറ്റ് ഈസ് എ ജസ്റ്റ് റിക്വസ്റ്റ് ബൈ RBIയുടെ റിക്വസ്റ്റാണ്. ഇനി RBI ആരോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളോടാണ്. അപ്പോൾ RBI റിക്വസ്റ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് നോട്ട് ടു ഗീവ് അൺപ്രൊഡക്റ്റീവ് സെക്ടേഴ്സ്, അതായത് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടേഴ്സിന് ലോൺ കൊടുക്കരുത്. കാരണം അത് നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല, പകരം അത് ഇൻഫ്ലേഷൻ, നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അൺപ്രൊഡക്റ്റീവ് സെക്ടേഴ്സിന് ലോൺ കൊടുക്കരുത് എന്നുള്ള RBIയുടെ റിക്വസ്റ്റാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കുള്ള റിക്വസ്റ്റാണ് മോറൽ സ്വാഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഈസ് ദ റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ടു ദ ക്ലയൻറ്റ്സ് ജനറൽ ലേ എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിൻ്റെ റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇൻ ദ റിപ്പോ റേറ്റ് ഹെൽപ്സ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ഗെറ്റ് മണി ഓർ എ ചീപ്പർ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. ഈ ഇൻക്രീസ് ഇൻ റിപ്പോ റേറ്റ് ഡിസ്കറേജ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ഗെറ്റ് മണി ആസ് ദ റേറ്റ് ഇൻ ഇൻക്രീസിങ് ബിക്കം ആൻ എക്സ്പെൻസീവ്. ഇനി റിപ്പോ റേറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഡിസ്കറേജ് ചെയ്യും RBIയുടെ കയ്യിൽ നിന്നും ലോൺസ് വാങ്ങിക്കാനായിട്ട്. ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ്. സോ അതാണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI lends to the clients. That means the commercial banks against government securities is known as the repo rate. അപ്പോൾ റിപ്പോ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ റിപ്പോ റേറ്റ് കുറയുമ്പോഴുള്ള പ്രത്യേകത കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിന് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിക്കാൻ പറ്റും. റിപ്പോ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലോൺ ബോറോയിങ്ങിനെ ഡിസ്കറേജ് ചെയ്യും, ബിക്കോസ് ദാറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ബോറോയിങ്. ഇനി ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് നോൺ ആസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുന്നതിനെ, ബോറോ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അത് റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ് എങ്കിൽ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് RBI ബോറോസ് മണി ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈസ് നോൺ ആസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇൻക്രീസ് ഇൻ റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് എ സിംബൽ ഓഫ് ടൈറ്റനിങ് ദ മോണിറ്ററി പോളിസി. അപ്പോൾ റിപ്പോ റേറ്റ് കൂടുകയും അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ടൈറ്റനിങ് ദ മോണിറ്ററി പോളിസി.
മോണിറ്ററി പോളിസി ടൈറ്റൻ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന റേറ്റ്, റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിലും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ റേറ്റ്സ് ആർ ഹൈ, ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡിമാൻഡ് ഇൻക്രീസസ് റിസൾട്ടിങ് ടു ഡിക്രീസ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ റിപ്പോ റേറ്റ് കൂടുതലാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡിമാൻഡ്, അതായത് നമുക്ക് ലോൺസ് കിട്ടുന്നത്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കിട്ടുന്ന ലോണിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ദാറ്റ് വിൽ കൺട്രോൾ ദ ഇൻഫ്ലേഷൻ. നമുക്ക് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റേറ്റ് കൂട്ടുന്നത്. നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ടു ഡിക്രീസ് ദ ഇൻഫ്ലേഷൻ ഇൻ അവർ എക്കോണമി the RBI has to increases these rates. Okay.